കേരളത്തിലെ NH-66 ആറുവരി പാതയുടെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വെസ്റ്റേൺ ഘട്ടിന് സമാന്തരമായ NH-66 കടന്നുപോകുന്ന 4 സംസ്ഥാനങ്ങളിൽ കർണാടക, മഹാരാഷ്ട്ര 60 മീറ്റർ വീതിയുണ്ട് ഹൈവേക്ക്. ഈ 2 സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഗോവയ്ക്കും കേരളത്തിനും 45 മീറ്റർ വീതി മാത്രം. കേരളത്തെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വാഹന സാന്ദ്രതയുള്ളതാണ് NH-66. അതുകൊണ്ട് 45 മീറ്റർ വീതിയുള്ള NH-66ന്റെ ഇരുവശത്തെയും സർവീസ് റോഡുകൾക്ക് വീതി വളരെ കുറവാണ്. വാഹനപ്പെരുപ്പം കാരണം സർവീസ് റോഡുകളിലും ഗതാഗതക്കുരുക്കുകൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. സർവീസ് റോഡുകൾ 1 വേ അല്ല 2 വേ ആണ്. സർവീസ് റോഡുകളുടെ ഈ ഇടുങ്ങിയ വീതി മെയിൻ നഗരങ്ങളിൽ ട്രാഫിക് കുരുക്കുകൾ കൂട്ടുകയുള്ളൂ. സർവീസ് റോഡുകളുടെ വീതി ചിലയിടങ്ങളിൽ 7 മീറ്റർ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹരിപ്പാട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്താണ്. ഹരിപ്പാട് നഗരത്തിന്റെ മധ്യസ്ഥാനത്തെ വർക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം കണ്ടതിനേക്കാളും വർക്കൊക്കെ നല്ലോണം പുരോഗമിച്ചിട്ടുണ്ട്. ഒരു സൈഡിലെ കോളത്തിന്റെ വർക്ക് നടക്കുന്നു. ഈ കാണുന്നത് ആദ്യം പണിഞ്ഞ കോളം മാറ്റി പുതിയ കോളത്തിന്റെ കൺസ്ട്രക്ഷന്റെ വർക്കാണ് നടക്കുന്നത്. പഴയ കോളം മാറ്റി പുതിയ കോളമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു സൈഡിൽ മാത്രം 2 സ്പാനുകളിൽ RCC ഗഡറുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എലിവേറ്റർ ഹൈവേയുടെ 2 സ്പാനുകളിലെ വർക്കുകൾ മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ബാക്കി കോളത്തിന്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. ഗഡറിന് മുകളിലോട്ടുള്ള വർക്കൊന്നും ആയിട്ടില്ല. ഈ ആകാശപാതയിൽ നിലവിൽ ഗഡറുകൾ സ്ഥാപിക്കുന്നതിനും റാമ്പുകളുടെ നിർമ്മാണത്തിനുമാണ് ശ്രദ്ധ നൽകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമയപരിധികളും ട്രാഫിക് മാറ്റങ്ങളും യാത്രക്കാർ വളരെ ആകാംക്ഷയോടാണ് നിരീക്ഷിക്കുന്നത്. ഈ സൈഡിലെ കോളത്തിന്റെ സ്ട്രക്ചറിന്റെ വർക്ക് നടക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള കമ്പിപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരിപ്പാട് നഗരത്തിലെ ഹൈവേയുടെ വർക്ക് മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് സ്പീഡപ്പ് ആയിട്ടുള്ളത്. ഈ 6 വരി മേൽപ്പാലം നിലവിലുള്ള ഹൈവേയുടെ മധ്യഭാഗത്തായിട്ടാണ് നിർമ്മിക്കുന്നത്. ഈ പാത പൂർത്തിയാകുന്നതോടെ പ്രാദേശിക ഗതാഗതത്തിന് തടസ്സമില്ലാതെ ദീർഘദൂര യാത്രകൾക്ക് ഇത് പ്രയോജനപ്പെടും. ദേശീയപാത 66 ഹരിപ്പാട് നഗരത്തിലെ 6 വരി പാതയുടെ നിർമ്മാണം വിശ്വസമുദ്ര എഞ്ചിനീയറിംഗ് ആണ് നടത്തുന്നത്. ഇനി എത്രമാത്രം വർക്ക് മുന്നോട്ട് പോകാനുണ്ട് നിങ്ങൾ നോക്കിക്കേ. മറ്റുള്ള നഗരങ്ങളെ അപേക്ഷിച്ച് കുറച്ച് പിന്നോട്ടാണ് ഹരിപ്പാട് നഗരം. എത്രമാത്രം പില്ലറുകളുടെ വർക്കുകൾ ബാക്കിയുണ്ട്. ഗഡറുകളുടെ നിർമ്മാണം, ക്രാഷ് ബാരിയറുകളുടെ നിർമ്മാണം, പാനലുകളുടെ നിർമ്മാണം, മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക്, ഡ്രെയിനേജ് സിസ്റ്റം, ഡ്രെയിനേജുകൾക്ക് വേണ്ടിയുള്ള കലുങ്ക് നിർമ്മാണം, സർവീസ് റോഡുകളുടെ ഫുട്പാത്തിന്റെ നിർമ്മാണം, അങ്ങനെ വളരെയധികം വർക്കുകൾ ഇവിടെ പെൻഡിങ് ആണ്. നിലവിലെ ഇരുവശത്തുള്ള സർവീസ് റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ വർക്ക് പൂർത്തിയാകാൻ ഏകദേശം ഒരു 8 മാസമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു. 2026 ഓഗസ്റ്റ് വരെ സമയപരിധിയുണ്ട്. ഈ കാണുന്ന ഭാഗം ഹുദ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഭാഗമാണ്. ആ മേൽപ്പാലത്തിന്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തേക്ക് വർക്കിന്റെ സ്ഥിതി കണ്ടില്ലേ? ഈ പാലത്തിന്റെ ഒക്കെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല. ഈ മേൽപ്പാലത്തിന് 4 മാസം മുൻപ് തന്നെ ഇതേ സ്ഥിതിയായിരുന്നു. കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ മേൽപ്പാലം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്ന ഭാഗത്തെ വർക്കുകൾ കണ്ടോ? ഇവിടെ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഒക്കെ ഉണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആശീർവാദ് തിയേറ്ററും. ഇവിടുത്തെ വർക്കുകളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. കേരളത്തിലെ ദേശീയപാത 66ന്റെ 16 റീച്ചുകളായി 422 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ചില സ്ഥലങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളും കാലതാമസവും നിർമ്മാണ നിലവാരം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വർക്കുകൾ പുരോഗമിക്കുന്നത്. NH-66ന്റെ പൂർത്തീകരണത്തോടുകൂടി സംസ്ഥാനത്തിൽ സമുദ്ര വിഭവങ്ങളുടെ വിപണികളുടെ വികാസം, വ്യാപാരവും വാണിജ്യവും ടൂറിസവും ഒരു വികസനത്തിന്റെ പാതയിൽ എത്തിക്കുമെന്നാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രതീക്ഷ. ഹരിപ്പാട് കവലയിലെ മേൽപ്പാലത്തിന്റെ വർക്ക് ഇതേ സ്ഥിതിയാണ് തുടരുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പം TKM കോളേജിന്റെ മുൻവശത്തുള്ള റോഡുകളാണ് ഈ കാണുന്നത്. ഇവിടുത്തെ റോഡിന്റെ സ്ട്രക്ചർ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ടാറിങ്ങും ക്രാഷ് ബാരിയറിന്റെ പെയിന്റിങ് വരെ നടന്നിട്ടുണ്ട്. 2 സൈഡുകളിലെ സർവീസ് റോഡുകളുടെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. RK ജംഗ്ഷന്റെ മുൻവശത്തും ഇതേ സ്ഥിതിയാണ് തുടരുന്നത്. അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ ആകാശപാതയുടെ തുടക്കത്തിലുള്ള വർക്കുകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുത്തെ വർക്ക് ഒന്നും ആയിട്ടില്ല. ഹരിപ്പാട് നഗരത്തിന്റെ എലിവേറ്റഡ് ഹൈവേ ആരംഭിക്കുന്ന സ്ഥലമാണിത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് ഗതാഗത കുരുക്കുകൾ ഏറെയുണ്ട് ഇവിടെ.
ഇവിടെ കണ്ടില്ലേ, ഒരു സൈഡിലെ പില്ലറുകളുടെ ഗഡറുകൾ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്, അതും 2 സ്പാനുകളിൽ മാത്രം. NHന്റെ പുതിയ വീഡിയോയുമായി ഇനി എത്താം. നന്ദി, നമസ്കാരം.